ഒരു പബ്ലിക് ഇയാളൊപ്പം പോട്ടെന്ന് കാക്കേ കാക്ക് ചക്കാത്ത്. എന്താ മൊയ്തീനെ? ആരാ? സക്കാത്ത് വെച്ച് വന്നതാ. ഇതെത്താ ചോദിച്ചണ്ട്? സക്കാത്ത് കൊടുക്കലൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത കൊല്ലം നേരത്തെ വന്നോളിട്ടോ. മൊയ്തീനെ ആ ഗേറ്റ് പിന്നെ നെയ്തി തൂക്കിക്കാളാ. ഇക്കൊല്ലത്തെ സക്കാത്ത് കൊടുക്കൽ കഴിഞ്ഞിന്ന് ചെല്. അല്ലടാ, ഇത് സ്കൂളിലൊക്കെ പോയതല്ലേ? അതിന് ഈ ഹാന്ന് എങ്ങനെയാ എഴുതുക? ഹാന്നോ? ഏത് ഹാ? എന്ത് ഹാന്ന്? അത് പിന്നെ ഈ ഹാജി എന്നൊക്കെ അല്ലേ ഈ ഹാ? അതാ ആചാര്യോട് ചോദിച്ചാ പോരെ, മൂപ്പരല്ലേ ഇവിടെ? മൂപ്പര് രാവിലെ ഇറങ്ങിയതാ, ഒരു ഹാലാക്കിന്റെ പണി ഏൽപ്പിച്ച്. എന്താപ്പത് ഇത്ര വലിയ പണി? ഇക്കൊല്ലത്തെ സക്കാത്ത് കൊടുക്കൽ കഴിഞ്ഞ് ആരും ശല്യം ചെയ്യരുത്, ഇങ്ങനൊരു ബോർഡ് എഴുതി ഗേറ്റുമ്മ തൂക്കാൻ പറഞ്ഞിട്ടാ മൂപ്പര് പോയത്. ഇതിപ്പോ ഞാനൊരു മട്ടത്തിൽ അങ്ങോട്ട് എഴുതിയതാ. ഇനി എന്ന് സൗക്കത്താജീതും കൂടി എഴുതണം. അതിന് ഹാ എങ്ങനെയാ എഴുതുക എന്നുള്ളത് അറിയണം. അത് ശരി, നിങ്ങളൊരു കാര്യം ചെയ്യ്, ആ മോയിനാജിനോടൊന്ന് വിളിച്ചു ചോദിച്ചു നോക്കി. മൂപ്പർക്ക് അറിയപ്പോ എന്ത് വർത്താനാണ് നിങ്ങൾ ഈ പറയണെന്ന്? മൂപ്പര് ഒരു ആചാരല്ലേ, മൂപ്പർക്ക് അറിയാതിരിക്കോ ഹാന്ന്? അല്ല പിന്നെ. ആ അതൊരു പോയിന്റാണ്, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ആ ചോദിച്ചോ? അവിടെ അല്ല ആറാൻ പറഞ്ഞ ആചാര്, രാവിലെ ഇറങ്ങിയതാണ്. നിങ്ങളങ്ങോട്ട് എഴുതിക്കൊള്ളിന്ന് ബൈക്കും പോലെ, അല്ലാതെ ഇപ്പൊ ഇനി ഒറ്റ ബൈജേ ഉള്ളൂ. മത്തായി ചേട്ടാ, എന്നാ വിശേഷിച്ച്? നിങ്ങളെ പള്ളിയിൽ നിന്നെല്ലാം പിരിച്ചുവിട്ടെന്ന് കേട്ടല്ലോ. പിരിച്ചു വിട്ടതൊന്നുമല്ല, ഞാൻ പിരിഞ്ഞു പോന്നതാ. ശമ്പളം തീരെ കമ്മിയാ. പിന്നെ എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. എനിക്ക് കുറച്ച് പൈസ വേണം, 1000 ഉറുപ്യ. ഉള്ളത് പറയാമല്ലോ മുക്രി, കാശ് ഇവിടെ ഇരിപ്പില്ല. ഉള്ളതെല്ലാം കൂടി തപ്പിപ്പെറുക്കി രാവിലെ വണ്ടിയുടെ CC അടക്കാൻ കൊടുത്തയച്ചു. ഇനി വൈകിട്ടൊരു തുള്ളി വെള്ളം കുടിക്കണമെങ്കിൽ അന്നമ്മ കനിയണം. നിങ്ങൾ എങ്ങനെങ്കിലും ഒന്ന് സഹായിക്കണം. അതിന്റെ പലിശ എന്താച്ചാ ഞാൻ തരാ. എന്റെ കർത്താവേ, അവ മുക്രിയൊന്നും അറിഞ്ഞില്ലയോ? ഞാൻ ആ ബിസിനസ് അങ്ങ് നിർത്തി. അച്ഛൻ വിളിച്ച് നന്നായിട്ടൊന്ന് ഉപദേശിച്ചു. പിന്നെ ധ്യാനത്തിനും 2 ദിവസം പങ്കെടുത്തു. ഈ പലിശപ്പണി ഞാൻ നിർത്തി. നന്നായിട്ടൊന്ന് കുമ്പസാരിക്കുകയും ചെയ്തു. ഇപ്പോൾ വൈകിട്ട് ഇത്തിരി വെള്ളം കുടിക്കും, അതേ ഉള്ളൂ ഒരു ദൂഷ്യം. എന്നാ പിന്നെ ശരി, മുക്രിക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നല്ലോ കേട്ടോ. എന്നാത്തിന് അങ്ങേര് വന്നത്? ഇച്ചിരി കാശ് കടം ചോദിച്ചാ കൊടുക്കാൻ മേലായിരുന്നോ? നിനക്കെന്നാ വട്ടുണ്ടോ? അങ്ങേർക്ക് വല്ലതും കൊടുത്താ പലിശ പോയിട്ട് മുതൽ പോലും തിരിച്ചു കിട്ടുകയല്ല. നീ കാപ്പി എടുത്ത് വെക്കുക.